നമ്മളുടനെ ക്ലാസ്സിലേക്ക് കയറിയാണ്. പേജ് നമ്പർ 628, 2603. പരസ്യ ജീവിതകാലത്ത് യേശു അർപ്പിച്ച വ്യക്തമായ 2 പ്രാർത്ഥനകൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ ഓരോന്നും ആരംഭിക്കുന്നത് നന്ദി പ്രകടനത്തോടെയാണ്. ആദ്യത്തേത് സ്വർഗസ്ഥനായ പിതാവിനെ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ പിതാവിനെ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പരസ്യ ജീവിതകാലത്ത് യേശു അർപ്പിച്ച വ്യക്തമായ 2 പ്രാർത്ഥനകൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ ഓരോന്നും ആരംഭിക്കുന്നത് നന്ദി പ്രകടനത്തോടെയാണ്. ആദ്യത്തേത് സ്വർഗസ്ഥനായ പിതാവിനെ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ പിതാവിനെ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുന്ന് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പ്രൈസ് ദ ലോർഡ് ബുദ്ധിമാന്മാരെന്ന് സ്വയം വിചാരിച്ചവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ശിശുക്കളല്ല, സുവിശേഷ ഭാഗ്യങ്ങളിലെ ദരിദ്രർക്ക്. അതാണ് ഈശോയുടെ ശിഷ്യന്മാർ, യേശുവിൽ വിശ്വസിക്കുന്ന, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ. സുവിശേഷത്തിനെ പ്രതി, അതായത് യേശുവിനെ പ്രതി എല്ലാം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ സുവിശേഷ ഭാഗ്യങ്ങളിൽ ഹൃദയം ഉറപ്പിച്ചിട്ടുള്ളവർ, ആത്മാവിൽ ദരിദ്രർ, ഭാഗ്യവാന്മാർ. അവർ ദൈവരാജ്യം സ്വന്തമാക്കും. ഒന്നുകൂടി, എന്തെന്നാൽ അവിടുന്ന് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരെന്ന് സ്വയം വിചാരിച്ചവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക്, സുവിശേഷ ഭാഗ്യങ്ങളുടെ ദരിദ്രർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. 48, അത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈശോ തന്നെ പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഞാൻ അങ്ങയെ സ്തുതിച്ചാനന്ദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതാണ്, അങ്ങ് ഇവയെല്ലാം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് നന്ദി പറയുന്നു. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച്. അതേ പിതാവേ എന്ന വാക്കുകൾ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴവും പിതാവിൻ്റെ സമൃദ്ധിയോടുള്ള വിധേയത്വവും അവിടുത്തെ ഗർഭം ധരിച്ച അവസരത്തിൽ അവിടുത്തെ അമ്മ നടത്തിയ സമ്മത പ്രഖ്യാപനത്തിൻ്റെ മാറ്റൊലിയും. അതേ പിതാവേ, അതേ പിതാവേ, അതാണ് അതേ പിതാവേ എന്ന വാക്കുകൾ. അതാണ് ഇതിൻ്റെ ആദ്യം പറയുന്നത്. ആദ്യത്തേത് സ്വർഗസ്ഥനായ പിതാവിനെ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുന്ന് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരെന്ന് സ്വയം വിചാരിച്ചവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് സുവിശേഷ ഭാഗ്യങ്ങളിലെ ദരിദ്രർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അതേ പിതാവേ എന്ന വാക്കുകൾ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴവും പിതാവിൻ്റെ സമൃദ്ധിയോടുള്ള വിധേയത്വവും അവിടുത്തെ ഗർഭം ധരിച്ച അവസരത്തിൽ അവിടുത്തെ അമ്മ നടത്തിയ സമ്മത പ്രഖ്യാപനത്തിൻ്റെ മാറ്റൊലിയും. ഗെത്സമേൻ തോട്ടത്തിലെ യാതനാവേളയിൽ
യേശു പിതാവിനോട് പറയാനിരുന്നത് എന്തോ അതിൻ്റെ പ്രതിരൂപവും ഇവിടെ പ്രകാശിതമാകുന്നു. പിതാവിൻ്റെ തിരുമനസ്സിൻ്റെ രഹസ്യത്തോട് യേശുവിൻ്റെ മാനുഷിക ഹൃദയം പുലർത്തിയ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരലിൽ അവിടുത്തെ പ്രാർത്ഥന മുഴുവനും അടങ്ങിയിരിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന മുഴുവനും അടങ്ങിയിരിക്കുന്നു. അടുത്തതും കൂടി വായിക്കാം, എന്നാലാണ് ആ 2 പ്രാർത്ഥന പൂർണ്ണമാകുകയുള്ളൂ. 2604 രണ്ടാമത്തെ പ്രാർത്ഥന ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. സംഭവം നടക്കുന്നതിന് മുൻപാണ് നന്ദി പ്രകടനം. പിതാവേ, അങ്ങ് എന്നെ ശ്രവിച്ചതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. പിതാവ് എപ്പോഴും അവിടുത്തെ യാചന കേൾക്കുന്നു എന്നാണ് ഇതിനർത്ഥം. യേശു ഉടൻ കൂട്ടിച്ചേർക്കുന്നു, അങ്ങ് എപ്പോഴും എന്നെ ശ്രവിക്കുന്നു എന്ന് എനിക്കറിയാം. യേശു നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ കൃതജ്ഞതാ പ്രകാശന പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദാനത്തോടൊപ്പം തന്നെ നൽകുന്ന ദാതാവായ പിതാവിന് ദാനം ലഭിക്കുന്നതിന് മുൻപ് തന്നെ യേശു തന്നെ സമർപ്പിക്കുന്നു. ദാതാവ് ദാനത്തേക്കാൾ വിലയേറിയവനാണ്. അവിടെ നിന്നാണ് നിധി, അവിടെ നിന്നിലാണ് പുത്രൻ്റെ ഹൃദയം വസിക്കുന്നത്. അധികമായി ദാനം നൽകപ്പെടുകയും ചെയ്യുന്നു. രക്ഷാകര പദ്ധതിയിൽ യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം അനന്യമാണ്. അതിനെപ്പറ്റിയുള്ള പരിചിന്തനമായിരിക്കും 1-ാം ഘട്ടത്തിൻ്റെ അവസാന ഭാഗം. അത് നമ്മുടെ മഹാപുരോഹിതൻ്റെ സദാസന്നിഹിതനായ പ്രാർത്ഥനയെ വെളിപ്പെടുത്തുകയും പിതാവിനോടുള്ള നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അവിടുത്തെ പ്രബോധനം നൽകുകയും ചെയ്യുന്നു. അതാണ് 2-ാം ഘട്ടത്തിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മുഴുവനും പഠിച്ചതും ഇനിയും പല ദിവസങ്ങൾ പഠിക്കാനുള്ളത് ഈശോയുടെ തന്നെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈശോയുടെ തന്നെ പ്രാർത്ഥന നമ്മൾക്ക് പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട ഒരു ഉൾക്കാഴ്ച ഇതാണ്. യേശു ദൈവമാണ്, യേശു രക്ഷകനാണ്, എന്നാൽ അതോടൊപ്പം യേശു നമ്മുടെ മഹാപുരോഹിതനാണ്. യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതാണ്. മാർപ്പാപ്പ നൽകിയ പൊതുദർശന വേളയിലെ പ്രബോധനം ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യായിരിക്കും, ഞാൻ ഒരുപാട് പല സ്ഥലത്തും പറഞ്ഞു കഴിഞ്ഞു. അതിൽ പറഞ്ഞൊരു കാര്യം, അവൻ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു, ലൂക്ക 6:12. അതിനുശേഷം രാവിലെ ആയപ്പോൾ അപ്പസ്തോലൻ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അതിൽ നിന്നും 12 പേരെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്തു. അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചപ്പോൾ പിതാവുമായിട്ട് ആശയവിനിമയം നയിക്കുകയും ആശയവിനിമയം നടത്തുകയും ഈ അപ്പസ്തോലന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തി കിട്ടുകയും ചെയ്തു എന്ന് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാം. എന്നാൽ അതിനപ്പുറം എന്താ ചിന്തിക്കേണ്ടത്? അതിനപ്പുറം പറയുന്നത് ഈ അപ്പസ്തോലന്മാരെ എല്ലാം സൃഷ്ടിക്കുന്നതിന് മുൻപേ തന്നെ അവരെക്കുറിച്ച് ഈ പദ്ധതി ചെയ്തിരിക്കുന്നു. ഇവരാണ് ഈ സുവിശേഷം മുഴുവനും ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഈശോയുടെ സഹപ്രവർത്തകരായി ആദ്യം ഉണ്ടാകാൻ പോകുന്ന അപ്പസ്തോലന്മാർ. അത് ആ രാത്രിയിൽ അവരെ തിരഞ്ഞെടുത്തതിലൂടെ മാത്രമല്ല, അവരെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവരെക്കുറിച്ച് പദ്ധതി ചെയ്യുകയും അവരെ
സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ലോകസ്ഥാപനം മുതലേ പദ്ധതി ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈശോയുടെ ഹൃദയത്തിലുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈശോയുടെ പ്രാർത്ഥനയുടെ മാനം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മളുടെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ. നമ്മൾ നിസ്സാരരല്ല. നമ്മൾ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ ഈശോയുടെ അവയവങ്ങളാണ്. ഈശോയുടെ പ്രാർത്ഥനയുടെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും കോർത്തിണക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതാണ് ഈശോ പലപ്പോഴും പറയുന്നത്, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ പിതാവേ ഇവരും നമ്മളും ഒന്നായിരിക്കണേ. ഇപ്പോൾ നമ്മൾ ഈ 2 പാരഗ്രാഫിൽ പഠിക്കുന്നത് ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈല് കണ്ടോ. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 11 മത്തായി 11 25-26 പറയുന്നതും യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. കണ്ടോ, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടൊരു കാര്യമാണ്. എങ്കിലും ഇപ്പോൾ നമുക്ക് ഈ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ വിവേകം കൊണ്ടോ മനസ്സിലാകുന്ന ഒന്നല്ല ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ, യേശുവിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഇവിടെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ഈ കാലഘട്ടം ബുദ്ധി, ജ്ഞാനം, അറിവ്, കാരിയർ ഡെവലപ്മെൻറ്റ്, ക്രെഡിബിലിറ്റി, അവർ ഓൺ, നമ്മളുടെ പരിജ്ഞാനം, ഇതിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഒരു സ്കൂളിലൊരു റാങ്ക് കിട്ടുമ്പോഴേക്കും നമ്മൾ ഉടനെ ഫ്ലെക്സ് അടിക്കണു, ഭയങ്കര അഭിഷേകം, ഭയങ്കര അപ്രിസിയേഷൻ, എല്ലാം കൈയടി, നോട്ടീസ് ഇടുന്നു, പേപ്പറിൽ പേര് വരുന്നു, പേപ്പറിൽ പടം വരുന്നു, ഇതെല്ലാം വരുന്നു. അങ്ങനെ റാങ്ക് കിട്ടിയ SSLCക്ക് റാങ്ക് കിട്ടിയ ഒരു കുട്ടി എൻട്രൻസിന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. അതിൻ്റെയും പടം വരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരവസ്ഥ. നമ്മൾക്ക് എല്ലാ പള്ളിക്കും പള്ളിക്കൂടമുണ്ട്. പള്ളിക്കൊരു പള്ളിക്കൂടം വെച്ചുണ്ടാക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായി. എന്തിനാ പള്ളിക്കൊരു പള്ളിക്കൂടം വെച്ചുണ്ടായത്? അങ്ങനെ കേരളത്തിൽ 5000 പാരിഷുകളുണ്ട്. 5000 പാരിഷുകൾക്ക് 6000 സ്കൂളുകളുണ്ട്. ഈ 6000 സ്കൂളുകളും അതിനനുസരിച്ച് ട്രെയിനിങ് കോളേജുകളും അതിനനുസരിച്ചുള്ള എൻജിനീയറിംഗ് കോളേജുകൾ, അതിനനുസരിച്ചുള്ള ഡിഗ്രി കോളേജുകൾ, അതിനനുസരിച്ച് ഇതിനകത്തെല്ലാം പഠിപ്പിച്ച് അവരെയെല്ലാം പ്രബുദ്ധരാക്കി എല്ലാവരും പറന്ന് വേറെ രാജ്യങ്ങളിലും പോയി വലിയ കാശുണ്ടാക്കിയും ജീവിക്കണം. എന്നാൽ കർത്താവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ അവരെവിടെയാണെന്നൊന്ന് ചിന്തിക്കണം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയതെല്ലാം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇന്നിപ്പോൾ നമ്മളിരുന്ന് കരയുകയാണ്, മക്കളെ പ്രതി, നമ്മളെ പ്രതിയും കരയുകയാണ്. കാരണം നമ്മൾ ഇത്രയും നാളും പഠിച്ചത് മുഴുവനും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ കാശുണ്ടാക്കണം, എന്ത് ചെയ്യണം, ഈ ലോകത്തിൻ്റെ അറിവ്, ഇതാണ് പഠിച്ചത് മുഴുവനും. എന്നാൽ പള്ളിക്കൊരു പള്ളിക്കൂടം, പള്ളിയിലെ കാര്യങ്ങളും കർത്താവിൻ്റെ കാര്യങ്ങളും കർത്താവിൻ്റെ വചനത്തിൻ്റെ രഹസ്യങ്ങളും നമ്മൾ ഇനിയും പഠിക്കാൻ ആരംഭിക്കണം. നമ്മളിനിയും പഠിക്കണം. എന്നാൽ ഒരു ബൈബിൾ കോളേജ് പോലും അൽമായർക്ക് വേണ്ടി പഠിക്കാനില്ല.
അല്ലെങ്കിൽ അതിന് കാരണം അൽമായർ തന്നെയാണ്. ഇത് പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? അങ്ങനെ ഒരു കോളേജ് തുടങ്ങുകയാണെങ്കിൽ അതിനകത്തേക്ക് അയക്കാൻ നമ്മൾ ആരുണ്ടാവും? നമ്മൾ ചോദിക്കും, ഇതെല്ലാം പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? അതാണ് ഇവിടെയാണ് ഈ പ്രാർത്ഥനയുടെ രഹസ്യം ഇവിടെ പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ഈ രണ്ടാമത്തെ പ്രാർത്ഥനയുടെ അവസാനം പറയുന്നത്, ദാനത്തോടൊപ്പം തന്നെ തന്നെ നൽകുന്ന ദാതാവായ പിതാവിന് ദാനം ലഭിക്കുന്നതിന് മുൻപ് തന്നെ യേശു തന്നെ തന്നെ സമർപ്പിക്കുന്നു. ദാതാവ് ദാനത്തേക്കാൾ വിലയേറിയവനാണ്. അവിടെന്നാണ് നിധി. ജ്ഞാനസ്നാനത്തിലൂടെ ഈ നിധി നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നിധി എന്താണെന്ന് നാം അറിയുന്നുണ്ടോ? ആ നിധി എന്താണെന്ന് അറിയാൻ നമ്മൾ പഠിക്കുന്നുണ്ടോ? നമ്മൾ ഇനി വേണ്ടത് ഈ നിധി. നമ്മൾ രണ്ട് വള്ളത്തിൽ കാല് വെച്ച് ജീവിക്കുകയാണ്. ഒന്ന് ലോകത്തിൻ്റേതായ വള്ളം, മറ്റത് പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു, ഒപ്പീസ് ചെല്ലുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. ആ വള്ളം ഈ രണ്ട് വള്ളത്തിലുമാണ്. എന്നാൽ ഈശോ പറയുന്നത് അങ്ങനെയല്ല. ഈശോ പറയുന്നത്, ഇതാ കർത്താവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഇവയെല്ലാം ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വച്ച് ശിശുക്കളെ പോലെയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഈ ഒരവസ്ഥയിലേക്ക് ലോകം ഇനിയും വന്നിട്ടുണ്ടോ? ലോകം മുഴുവനും, ലോകത്തിൻ്റെ കാര്യം പോട്ടെ, ക്രിസ്ത്യാനികളായ നമ്മൾ, ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികളെയും പോട്ടെ, കേരള കത്തോലിക്കരായ നമ്മൾ, തോമാസ് ലീഹ 1-ാം നൂറ്റാണ്ടിൽ AD 52 കേരളത്തിൽ വന്ന് വിശ്വാസം പകർന്നു. ആ വിശ്വാസത്തിൽ ജ്വലിക്കുന്നവരാണ് നമ്മളെങ്കിലും നമ്മൾ ഈ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള കാര്യത്തിൽ, അത് പഠിക്കുന്നതിനുള്ള ആവേശത്തിൽ, അതറിയുന്നതിനുള്ള ആഗ്രഹത്തിൽ നമ്മൾ എത്രമാത്രം ഇനിയും മുന്നോട്ട് കയറാനുണ്ട് എന്ന് മനസ്സിലാക്കിയാണ്. നമ്മളിപ്പോഴും യേശുവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മൾ യേശുവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ യേശുവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ 100 പ്രാർത്ഥനകൾ വേറെ നമ്മുടെ കയ്യിലുണ്ട്. കുറേ പ്രാർത്ഥന പുസ്തകങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ച് തീർത്താൽ സമാധാനമായി. എന്നാൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയാകുന്നത്. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന, ഒന്ന് സമാധാനത്തിന്, ഒന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ഇവിടെ ഈശോ പഠിപ്പിക്കുന്നത് മറ്റ് 2 പ്രാർത്ഥനാ രീതി. ഒന്ന്, ആദ്യം തന്നെ സ്തുതിച്ച് നന്ദി പറയുകയും ആ ദൈവിക രഹസ്യങ്ങൾക്ക് കുറിച്ച് ദൈവത്തെ സ്തുതിക്കുകയും. എന്നിട്ടിവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് 27-ൽ, സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. സർവവും. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ, കേട്ടോ, സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ പഠിക്കാൻ നമുക്ക്. എന്തെന്നാൽ അവിടുന്ന് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരെന്ന് സ്വയം വിചാരിച്ചിരുന്നവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ശിശുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടികളെന്ന് അല്ല ഉദ്ദേശം. അത് ജ്ഞാനസ്നാനം സ്വീകരിച്ച്
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അംഗങ്ങളായവരാണത്. അതേ പിതാവേ എന്ന വാക്കുകൾ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴവും പിതാവിൻ്റെ സംപ്രീതിയോടുള്ള വിധേയത്വവും അവിടുത്തെ ഗർഭം ധരിച്ച അവസരത്തിൽ അവിടുത്തെ അമ്മ നടത്തിയ സമ്മത പ്രഖ്യാപനത്തിൻ്റെ മാറ്റടിയും ഗെത്സമേൻ തോട്ടത്തിലെ യാതനാവേളയിൽ യേശു പിതാവിനോട് പറയാനിരുന്നതെന്തോ അതിൻ്റെ പ്രതിരൂപവും ഇവിടെ പ്രകാശിതമാകുന്നു. പിതാവിൻ്റെ തിരുമനസ്സിൻ്റെ രഹസ്യത്തോട് പിതാവിൻ്റെ തിരുമനസ്സിൻ്റെ രഹസ്യത്തോട് യേശുവിൻ്റെ മാനുഷിക ഹൃദയം പുലർത്തിയ സ്നേഹസാന്ദ്രമായ ഒട്ടിച്ചേരലിൽ അവിടുത്തെ പ്രാർത്ഥന മുഴുവനും അടങ്ങിയിരിക്കുന്നു. എഫേസ്യൻസ് 1:9, എഫേസ്യോസുകാർക്ക് ഇത് ലേഖനം 1:9. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. അതാണ് ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ നമ്മളുടെ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി 2673 3 പാരഗ്രാഫുകളുണ്ട്. നമ്മളത് വായിച്ച് നീങ്ങാൻ പോവുകയാണ്. 2673 ഇതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടത്. 2673 ചെറിയ പാരഗ്രാഫാണ്. പ്രാർത്ഥനയിൽ പരിശുദ്ധ ദൈവമാതാവുമായുള്ള കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ ഏകപുത്രൻ്റെ മഹത്വീകൃതമായ മനുഷ്യത്വത്തിൽ, അതാണ് പ്രാർത്ഥനയിൽ ഏകപുത്രൻ്റെ മഹത്വീകൃതമായ മനുഷ്യത്വത്തിൽ. ഇത് നമ്മൾ വളരെയധികം പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും അത് എളുപ്പം മനസ്സിലാകുന്നില്ല. മനസ്സിലായാലും മറന്നു പോകാം. അതായത് ഈശോ മരിച്ചു, ഉയർത്തു എന്ന് പറഞ്ഞാൽ എന്താ? ആ മരിച്ച മനുഷ്യനായ മർത്യ ശരീരം മഹത്വീകൃത മനുഷ്യ ശരീരമായി. അതാണ് പ്രാർത്ഥനയിൽ ഏകപുത്രൻ്റെ മഹത്വീകൃതമായ മനുഷ്യത്വത്തിൽ. ഇത് വളരെ നല്ല ഒരു പ്രയോഗമാണത്. മഹത്വീകൃതമായ മനുഷ്യത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ദൈവം തന്നെയാണ്, എന്നാൽ മനുഷ്യനുമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ദൈവം തന്നെയാണ്, എന്നാൽ മനുഷ്യനുമാണ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുശരീരം സൂക്ഷ്മം, ദീപ്തം, അക്ഷയം, ലഘുത്വം. ഓർക്കുന്നുണ്ടാവും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. സൂക്ഷ്മം, ദീപ്തം, ലഘുത്വം, അക്ഷയമായ മനുഷ്യ ശരീരം. ഏകപുത്രൻ്റെ മഹത്വീകൃതമായ മനുഷ്യത്വത്തിൽ അവിടുത്തെ വ്യക്തിത്വവുമായി പരിശുദ്ധാത്മാവ് നമ്മെ ഐക്യപ്പെടുത്തുന്നു. അതിലും അതുവഴിയുമാണ് പുത്രസഹജമായ നമ്മുടെ പ്രാർത്ഥന നമ്മെ സഭയിൽ യേശുവിൻ്റെ അമ്മയുമായി ഐക്യപ്പെടുത്തുന്നത്. ഇത് മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഒന്ന്, യേശുവിൻ്റെ മഹത്വീകൃതമായ മനുഷ്യ ശരീരത്തെക്കുറിച്ച് മനസ്സിലായി. എന്നാൽ ആ മനുഷ്യ ശരീരത്തിൽ അവിടുത്തെ വ്യക്തിത്വവുമായി പരിശുദ്ധാത്മാവ് നമ്മെ ഐക്യപ്പെടുത്തുന്നു. അതാണ് ലത്തീൻ കുർബാനയിൽ ഇത് പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ യേശുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നു. ആ കോൺസെക്രേഷൻ കഴിഞ്ഞിട്ട് ഉള്ളൊരു പ്രാർത്ഥനയാണിത്. അപ്പോൾ ഈശോയുടെ മഹത്വീകൃത ശരീരവുമായി പരിശുദ്ധാത്മാവ് നമ്മെ ഐക്യപ്പെടുത്തുന്നു. അതാണ് ജ്ഞാനസ്നാനത്തിലൂടെ എല്ലാം നമ്മളിൽ സംഭവിക്കുന്നത്. അതിലും അതുവഴിയുമാണ് പുത്രസഹജമായ നമ്മുടെ പ്രാർത്ഥന നമ്മെ
സഭയിൽ യേശുവിൻ്റെ അമ്മയുമായി ഐക്യപ്പെടുത്തുന്നു. യേശുവിൻ്റെ അമ്മയുമായി. അപ്പോൾ അതാണ് ഒരു വശം. ഇനി 2546 മലയിലെ പ്രസംഗത്തിലെ കാര്യമാണ്. 2546 ഇതാ 2546 ആത്മാവിൽ ദരിദ്രഭാഗ്യവാന്മാർ സുശേഷ ഭാഗ്യങ്ങൾ സന്തോഷത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ക്രമം വെളിപ്പെടുത്തുന്നു. സുവിശേഷ ഭാഗ്യങ്ങൾ. സ്വർഗരാജ്യം ഇപ്പോഴേ കൈവശമായിട്ടുള്ളവരായ ദരിദ്രരുടെ സന്തോഷത്തെ യേശു പ്രശംസിക്കുന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുകയും ഈ സുവിശേഷ ഭാഗ്യങ്ങളെ സ്വീകരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ സ്വർഗരാജ്യം ഇപ്പോഴേ കൈവശമായിട്ടുള്ളവർ, ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വർഗരാജ്യത്തിലാണ്. അതാണ് സ്വമനസാലയുള്ള വിനയമാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്വമനസാലയുള്ള വിനയമാണ്. നമ്മൾ ഈശോയെ പോലെ തന്നെ താഴ്മയിലേക്ക് വരുന്നു. ഈശോ ദൈവത്തോടൊപ്പമായിരുന്നവനായിരുന്നിട്ടും അവൻ അത് വിലമതിക്കുന്ന കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി. ഇതാ ഒരു ദാസൻ്റെ രൂപം ധരിച്ച് മനുഷ്യനായി കുരിശുമരണത്തോളം താഴ്ന്നു. ഇതാ ദിവ്യകാരുണ്യ അപ്പകഷ്ണത്തിൽ സന്നിഹിതനായി വന്നിരിക്കുന്നു രാജാതിരാജൻ. സ്വമനസാലയുള്ള വിനയമാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന വചനം പറയുന്നതായി എനിക്ക് തോന്നുന്നു. അതിനുദാഹരണമായി അപ്പസ്തോലൻ ദൈവത്തിൻ്റെ ദാരിദ്ര്യത്തെ ഒരു മാതൃകയായി നമുക്ക് നൽകുന്നു. സമ്പന്നനായിരുന്നിട്ടും അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി. 339 അഗസ്തീനോസ് ആയിരിക്കും ഇല്ല, ഇത് സെൻറ്റ് ഗ്രിഗറി ഓഫ് നാസിയ. ഇനി ഒരു വചനം കൂടി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അത് മാതാവുമായിട്ട് 494 നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മശക്തിയാൽ താൻ അത്യുന്നതൻ്റെ പുത്രന് ജന്മം നൽകുമെന്ന അറിയിപ്പ് ലഭിച്ച ഉടൻ മറിയം വിശ്വാസത്തിൻ്റെ വിധേയത്വത്തോടെ ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല എന്ന ഉറപ്പോടെ പ്രതിഭയിച്ചു. നമ്മൾ മാതാവിനെ ഭക്തിയുള്ളവരാണ്, പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ഭാവിയെക്കുറിച്ച് ആകുലരാണ്. എന്തുണ്ടാവും നാളെ? അപ്പം നമുക്കൊന്ന് നാളത്തെക്കുറിച്ചുള്ള ആകുലത ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ വിശ്വാസം വെറും പേട്ടത്തേങ്ങ. മനസ്സിലായോ? പേട്ടത്തേങ്ങയാണ്. നമ്മളിൽ കഴമ്പില്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ മാതാവിനോട് വളരെ ഭക്തിയുണ്ട് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിൻ്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇങ്ങനെ വാണം വിട്ടമാര് ചൊല്ലി പോവുകയാണ്. മാതാവിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ഒരംശം നമ്മളപ്പോൾ പറയും മാതാവിനെ പോലെ നമുക്കാകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും മാതാവിനെ പോലെ തന്നെയാണ് നമ്മൾ മാതാവിനെ പോലെ തന്നെയാണ്. ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത് മാതാവാണ് യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയുടെ മോഡൽ. എന്താണ് ആദ്യം? വിശ്വാസത്തിൻ്റെ വിധേയത്വം, വിശ്വാസത്തിൻ്റെ അനുസരണമാണ് അവിടെ. ഒരു പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മശക്തിയാൽ താൻ അത്യുന്നതിൻ്റെ പുത്രന് ജന്മം നൽകുമെന്ന അറിയിപ്പ് ലഭിച്ച ഉടൻ മറിയം എന്തു പറയണു? വിശ്വാസത്തിൻ്റെ വിധേയത്വത്തോടെ ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല. ഇത് നമുക്ക് വിശ്വസിക്കണോ വേണ്ടയോ? ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന ഉറപ്പോടെ പ്രതിപദിച്ചു. നമ്മൾക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ട പ്രധാനത്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എൻ്റെ ജീവിതം നടക്കട്ടെ. അല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഇത്ര തുകയെ ചെല്ലുന്നു, ഇത്ര കൊത്ത ചെല്ലുന്നു, കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ
മാതാവിനോട് വലിയ സ്നേഹമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. മനസ്സിലായിട്ടുണ്ടോ? കാര്യം കിട്ടാൻ വേണ്ടിയുള്ള വിശ്വാസമാണ്. അതല്ല വിശ്വാസം. ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് പദ്ധതി ചെയ്തേക്കണത് അതുപോലെ സംഭവിക്കട്ടെ. അതിൽ പീഡാനുഭവം ഉണ്ടാവും, കഷ്ടതകളുണ്ടാകും, അതെല്ലാം നമ്മൾ സ്വീകരിക്കണം. അതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനോടൊപ്പം സഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കിനെ ഇങ്ങനെ പ്രത്യുത്തരം നൽകിക്കൊണ്ട് മറിയം യേശുവിൻ്റെ അമ്മയായി. ഇപ്പോൾ നമ്മളെല്ലാവരും മാതാവിനോട് വളരെ ഭക്തിയുള്ളവരാണ്. പക്ഷേ ഈ ഭക്തിയുടെ ഒരു വളർച്ച ഉണ്ടാകണം. വളർച്ച എന്താ? നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? എങ്കിൽ നമുക്ക് നാളെക്കുറിച്ച് ഒരാകുലത ഉണ്ടാവില്ല. ഇത് ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ വചനമാണ് എനിക്ക് കിട്ടിയത്. മത്തായി 6:34. 6:33 എല്ലാവർക്കും അറിയാം. ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കും, ബാക്കിയുള്ള എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. 6:34 ആരും അധികം ശ്രദ്ധിക്കാറില്ല. 6:34 പറയുന്നു, നാളെക്കുറിച്ച് നീ ആകുലപ്പെടരുത്. ആകുലപ്പെടുന്നുണ്ടെങ്കിൽ നിൻ്റെ അകത്ത് വിശ്വാസമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നാളെക്കുറിച്ച് ആകുലതയാണോ? ആകുലതയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ മാതാവിനോടുള്ള ഭക്തിയിൽ പിന്നെ കാര്യമൊന്നുമില്ല. നിങ്ങൾ ശരിക്കും മാതാവിനോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ, യേശുക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ, നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമുണ്ടോ? ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ആകുലപ്പെടലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വാസത്തിൻ്റെ വിധേയത്വത്തിൽ പക്വത പ്രാപിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ മാതാവൊന്നുമല്ല, എന്നാൽ പിന്നെ ആകുലപ്പെട്ടുകൊണ്ട് ജീവിച്ചോ? എന്നും ആകുലത തന്നെയായിരിക്കും. നമ്മുടെ ആകുലതകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവ് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിനക്ക് ജീവൻ നൽകുന്നതിന് മുൻപേ തന്നെ നിന്നെക്കുറിച്ച് സകല പദ്ധതികളും എഴുതി വച്ചിട്ടുള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ട്. അത് നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാകേണ്ടത്. ഇപ്പം മാതാവിന് മനസ്സിലായി, ഞാനാണല്ലേ ആ കന്യക ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞേക്കണത്. എന്നാ അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഉടനെ അറിയാം. പക്ഷേ അത് സംഭവിക്കട്ടെ. അതാണ് ദൈവത്തിൻ്റെ വാക്കിനെ ഇങ്ങനെ പ്രത്യുത്തരം നൽകിക്കൊണ്ട് മറിയം യേശുവിൻ്റെ അമ്മയായി. രക്ഷയെ സംബന്ധിച്ച ദൈവേഷ്ടത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്ലേഷിച്ചുകൊണ്ട് പാപത്തിൻ്റെ യാതൊരു വിഘ്നവും കൂടാതെ മറിയം തന്നെ മുഴുവനായും സ്വപുത്രനും അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തിനും സമർപ്പിച്ചു. സ്വപുത്രനോടൊത്തും അവിടെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവകൃപയാൽ പരിത്രാണ കർമ്മത്തിൻ്റെ രഹസ്യത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്തത്. 140 ലൂമൻ ജൻഷ്യം. വിശുദ്ധ ഇരേനിയോസ് പ്രസ്താവിക്കുന്നത് പോലെ, ഇരേനിയോസിൻ്റെ രണ്ടാമത്തെ കൊട്ടേഷനാണിത്. സ്വന്തം അനുസരണം മൂലം മറിയം തനിക്കും മാനവവംശം മുഴുവനും രക്ഷാഹേതുവായി തീർന്നു. അതുകൊണ്ടാണ് അനേകം ആദിമ സഭാപിതാക്കന്മാർ ഉദ്ദേശിക്കുന്നത് ഹവ്വായുടെ ധിക്കാരം മൂലമുണ്ടായ ബന്ധനം അഴിക്കുവാൻ മറിയത്തിൻ്റെ അനുസരണത്തിന് കഴിഞ്ഞു. കന്യകയായ ഹവ്വ അവിശ്വാസം കൊണ്ട് തീർത്ത ബന്ധനത്തെ മറിയം തൻ്റെ വിശ്വാസം കൊണ്ട് അഴിച്ചു കളഞ്ഞു. ഹവ്വായോട്, ഇത് വിശുദ്ധ ഇരേനിയോസ്, ഹവ്വായോട് ഉപമിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ അവളെ ജീവിക്കുന്നവരുടെ മാതാവ് എന്ന് പ്രകീർത്തിക്കുന്നു. ഹവ്വായിലൂടെ മരണം, മറിയത്തിലൂടെ ജീവൻ എന്ന് അവർ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. വരുവിൻ നമുക്ക് സ്തുതിക്കാം.